പൃഥ്വിയെ കാണില്ലെന്ന് പറയുമായിരുന്നു. ഓ അതാണോ? അവനിവിടെ ഉണ്ട്, ഇപ്പൊ വരും. ആ അതെ, ഇതല്ലേ പൃഥ്വി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി? അതെ, എന്റെ മോളാ. ഓ അതെന്റെ മോനാ. നിങ്ങളെന്താ നിക്കുന്നേ? അവിടെ ഇരിക്കേ. അവരങ്ങനെ ഇരിക്കാറില്ല. അതെന്താ? ആഹാ, അവരെല്ലാരും എന്റെ വീട്ടിലെ വേലക്കാരാ. ഞാനിരിക്കുമ്പോ അവരെങ്ങനെ എന്റെ ഒപ്പം ഇരിക്കാറില്ല. അതിപ്പോ ആര് പറഞ്ഞാലും അവരിരിക്കില്ല. അതാ അവരുടെയൊക്കെ ഒരു രീതി. എന്തായാലും രമചേച്ചിയുടെ വീട്ടിലെ ജോലിക്കാര് പോലും ഭാഗ്യമുള്ളവരാ. ഒരു ഫംഗ്ഷന് പോകുമ്പോ പോലും അവരെ കൂടെ കൊണ്ടുപോകണമെന്നുള്ള നല്ല മനസ്സ് ചേച്ചിക്കുണ്ടല്ലോ. അന്തസ്സുള്ള തറവാട്ടുകാരൊക്കെ അങ്ങനെയാ അല്ലേ രമേ? അതെ, എനിക്ക് കുറച്ചധികം പണവും സൗകര്യമൊക്കെ ഉണ്ടായി. അത് അവർക്കില്ലാതായിപ്പോയി. ആ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ. അതിന്റെ പേരില് ഞാൻ ആരെ ഒരു വിലയും കുറിച്ച് കാണാറില്ല. അതാണ് ഞാൻ ഇവരെയൊക്കെ കൂടെ കൊണ്ടുവന്നത്. ഓ, സംശയം ഉണ്ടെങ്കില് അവരോട് തന്നെ ചോദിച്ചു. ഞങ്ങൾക്ക് ഒരു സംശയമില്ല. അല്ലെങ്കിൽ രമചേച്ചി കണ്ടാലേ അറിയാം, നല്ല സംസ്കാരവും ആഭിജാത്യമുള്ള തറവാട്ടിലെ ആളാണെന്ന്. ആ സ്വഭാവ ഗുണം എന്തായാലും പെരുമാറ്റത്തിലും ഉണ്ടാവുമല്ലോ. ബസുമതി, രമ്യ പേര് വിളിച്ചാ മതി, ചേച്ചിന്നൊന്നും വിളിക്കണ്ട. ഞങ്ങളൊരു ബഹുമാനത്തിന് അങ്ങനെ വിളിച്ചതാ. അതെ, കണ്ടാൽ അറിയാലോ, പ്രായം തീരെ കുറവല്ലേ.